ഹായ്, നമുക്കിനി സ്വിറ്റ്സർലാൻഡിനെ കുറിച്ച് നോക്കാം. സ്വിറ്റ്സർലാൻഡ് ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്, നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ. ബോർഡറിങ് ഫ്രാൻസ്, ഇറ്റലി, അതുപോലെ തന്നെ ജർമ്മനി. റീജിയണിൽ ഫ്രാൻസും അതുപോലെ ചില റീജിയണിൽ ഇറ്റാലിയനും അവിടുത്തെ സ്പീക്കിംഗ് ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മെയിനായിട്ട് കോഴ്സുകൾ എടുക്കുമ്പോൾ അവിടുത്തെ ടീച്ചിങ് ലാംഗ്വേജ് ഏതാണ് എന്ന് ഒരു കൺഫ്യൂഷൻ സ്റ്റുഡൻറ്റിൻ്റെ ഇടയിൽ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എടുക്കണ റീജിയണിലെ അനുസരിച്ചിരിക്കും അവരുടെ ടീച്ചിങ് ലാംഗ്വേജും വരുന്നത്. അത് ബേസിക്കലി ഡിഗ്രി ചെയ്യുന്ന സ്റ്റുഡൻസിനാണ് അത് വരുന്നത്. എന്നാലും അവിടുത്തെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഇംഗ്ലീഷ് ടീച്ചിങ് ലാംഗ്വേജ് സിസ്റ്റവും ഉണ്ട്. അവിടെ ബേസിക്കലി 3 ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് സ്വിറ്റ്സർലാൻഡിലുള്ളത്. അതിൽ പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് തന്നെയാണ്. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സ്റ്റഡീസ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയാണ്. പിന്നെ വരുന്നതാണ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പക്ഷേ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം അവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് ആണ്. ബേസിക്കലി അവിടെ 2 ഇൻടേക്ക് ആണ് ഉള്ളത്, ജനുവരി ആൻഡ് സെപ്റ്റംബർ. IELTS മാൻഡേറ്ററി ആണ്. അത് ഇൻഡിവിജ്വൽ 6, ബാച്ച് സ്കോർ 6.5 റിക്വയർഡ് ആണ്. കൂടുതലും സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള രാജ്യമാണ്. അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റഡീസും എക്സ്പെൻസീവ് ആണ്. അതിലേക്ക് ഞാൻ തിരികെ വരാം. സ്റ്റുഡൻസ് അവിടെ ബേസിക്കലി സ്റ്റുഡൻസിന് ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ എന്തെല്ലാമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ്, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് റിലേറ്റഡ്, മാനേജ്മെന്റ് റിലേറ്റഡ്, അതുപോലെ തന്നെ സയൻസ് റിലേറ്റഡ്, മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് അവിടുത്തെ പല യൂണിവേഴ്സിറ്റീസ് ഓഫർ ചെയ്യുന്നത്. കാര്യം വളരെ ചെറിയ രാജ്യമാണെങ്കിലും അവിടുത്തെ യൂണിവേഴ്സിറ്റീസ് എല്ലാം വേൾഡ് ഹൈ റാങ്കിങ് യൂണിവേഴ്സിറ്റീസ് തന്നെയാണ് ഉള്ളത്. അതുപോലെ തന്നെ സ്കോളർഷിപ്സും അവൈലബിൾ ആണ് സ്വിറ്റ്സർലാൻഡിലുള്ള പല യൂണിവേഴ്സിറ്റീസിലും. പക്ഷേ യൂണിവേഴ്സിറ്റീസിൻ്റെ അവരുടെ ക്രൈറ്റീരിയാസ് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അവിടെ സ്കോളർഷിപ്പ് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാവർക്കും സ്കോളർഷിപ്പ് അവൈലബിൾ ആവണമെന്നില്ല, പക്ഷേ അവിടെ നല്ല രീതിയിലുള്ള സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. ബേസിക്കലി അവിടെ ഒരു കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് അപ് ടു 6 months ഓഫ് സ്റ്റേ ബാക്ക് ആണ് സ്വിറ്റ്സർലാൻഡിൽ പോസിബിൾ ആയിട്ടുള്ളത്. സ്വിറ്റ്സർലാൻഡിൽ ഈ 6 monthsനുള്ളിൽ നിങ്ങൾ അവിടെ ഒരു സ്പോൺസറിനെ കണ്ടുപിടിക്കുകയും അതിനുശേഷം നിങ്ങൾ ആ അതിൽ നിന്ന് നിങ്ങൾ വർക്ക് വിസയിലോട്ട് മാറി 10 years ഓഫ് വർക്ക് വിസ ഇൻ സ്വിറ്റ്സർലാൻഡ് നിങ്ങൾക്ക് അവിടുത്തെ ഇൻഡെഫിനിറ്റ് സ്റ്റേക്കുള്ള എലിജിബിലിറ്റി കിട്ടും, വിച്ച് ഈസ് ടൈപ്പ് C വിസ കിട്ടും. സ്റ്റുഡൻറ് വിസ എന്ന് പറയുന്നത് B ടൈപ്പ് വിസയാണ്. ഈ സ്റ്റേ ബാക്ക് എന്ന് പറയുന്നത് D ടൈപ്പ് വിസയാണ്. ഇനി ബേസിക്കലി സ്വിറ്റ്സർലാൻഡിലേക്കുള്ള റിക്വയർമെന്റ്സ് എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് അവിടുത്തെ അറ്റ്ലീസ്റ്റ് 60% ആൻഡ് എബവ് നിങ്ങൾക്ക് ഡിഗ്രിയിൽ മാർക്ക് ഉണ്ടെങ്കിലാണ് മാസ്റ്റേഴ്സിന്റെ പ്ലേസ്മെന്റ് കിട്ടുള്ളൂ. 12th കേസും സെയിം തന്നെയാണ്. ഇത്രയും മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്വിറ്റ്സർലാൻഡിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് 6 months അവിടെ നിങ്ങൾ പാർട്ട് ടൈം ചെയ്യാൻ അലൗഡ് അല്ല. സ്വിറ്റ്സർലാൻഡിൽ പാർട്ട് ടൈം അലൗഡ് ആണ്, പക്ഷേ ഫസ്റ്റ് ഇനീഷ്യൽ 6 months നിങ്ങൾക്ക് പാർട്ട് ടൈം ചെയ്യാൻ പാടുള്ളതല്ല. നിങ്ങൾ അവിടെ ചെന്ന് അവിടുത്തെ യൂണിവേഴ്സിറ്റി അക്കോമഡേഷനിൽ നിൽക്കേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള എക്സ്പെൻസസും ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ മാർക്ക് റിക്വയർമെൻറ്റ്, IELTS, പിന്നെ അതുപോലെ റെഫറൽ ലെറ്റർ, SOP, നിങ്ങളുടെ ബയോഡേറ്റ എന്നിങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് എല്ലാം വെച്ചിട്ടാണ് നിങ്ങൾക്ക് സ്വിറ്റ്സർലാൻഡ് അപ്ലൈ ചെയ്യാൻ പോസിബിലിറ്റി ഉള്ളത്. ഇനി നിങ്ങളുടെ ഈ വിസ പ്രോസസ്സിംഗ് ഓൾമോസ്റ്റ് നിങ്ങളുടെ കംപ്ലീറ്റ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് 6 months ടൈം എടുക്കും. അതിൽ തന്നെ വിസ സബ്മിഷന് ശേഷം 60 to 180 days വരെ നിങ്ങൾക്ക് എടുത്തേക്കാം നിങ്ങളുടെ വിസ കിട്ടാൻ വേണ്ടി. സ്വിറ്റ്സർലാൻഡിലെ വിസ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഷെങ്കൻ വിസയാണ്. സ്റ്റേ ബാക്ക് എടുക്കുന്ന സമയത്തോ നിങ്ങൾക്ക് മറ്റൊരു യൂറോപ്യൻ കൺട്രിയിൽ പോയിട്ട് നിങ്ങൾക്ക് അവിടുത്തെ വർക്ക് വിസ കണ്ടുപിടിക്കാനോ ഒരു സ്പോൺസറിനെ കണ്ടുപിടിക്കാനോ വിസ ചേഞ്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി സ്വിറ്റ്സർലാൻഡിൽ പഠിക്കുന്ന സമയത്തുണ്ട്. അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡിൽ തന്നെ നിങ്ങൾക്ക് ഒരു സ്പോൺസറിനെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടുത്തെ വർക്ക് വിസയിലോട്ട് മാറാനുമുള്ള ഓപ്ഷൻ ഉണ്ട്. സ്വിറ്റ്സർലാൻഡ് ഒരു PR ഫ്രണ്ട്ലി കൺട്രി അല്ല. സ്വിറ്റ്സർലാൻഡിൽ നിങ്ങൾക്ക് PR കിട്ടില്ല. നിങ്ങൾക്ക് അവിടുത്തെ ലോങ് ടൈം സ്റ്റേ എന്ന് പറയുന്ന ഒരു വിസ മാത്രമാണ്. അതും ആഫ്റ്റർ 10 years ഓഫ് വർക്ക് വിസയ്ക്ക് ശേഷം മാത്രമേ നിങ്ങൾക്ക് അത് പോസിബിൾ ആവുള്ളൂ. പക്ഷേ സ്വിറ്റ്സർലാൻഡിലെ ഡിഗ്രി എപ്പോഴും വേൾഡിൽ വളരെ റെക്കഗ്നൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിഗ്രി വെച്ച് നിങ്ങൾക്ക് വേൾഡിലെ ഏത് കൺട്രിയിലും നിങ്ങൾക്ക് ഒരു വർക്കിനോ കാര്യത്തിനോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വർക്ക് ആ ഒരു ഡിഗ്രിയുടെ ബേസിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള പോസിബിലിറ്റീസും വളരെ ഹൈ ആണ്. വളരെ ഫേമസ് ആണ്. ഈ ബാങ്കിങ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾക്കും പഠിക്കാനും ഉള്ള മറ്റൊരു ബെസ്റ്റ് കൺട്രി തന്നെയാണ്. ഇനി ഫീസിനെ കുറിച്ച് നോക്കാം.
സ്വിറ്റ്സർലാൻഡിൽ ബേസിക്കലി നിങ്ങൾക്ക് വരുന്ന ഒരു ഫീസ് എന്ന് പറഞ്ഞാൽ 15,000 to 30,000 ഒക്കെയാണ് ആവറേജ് വരുന്ന ഒരു ഫീസ് പെർ ഇയർ. അത് 1 to 2 ഇയർ ആണ് ടോട്ടൽ ട്യൂഷൻ ഫീസ് വരാറ്. അവിടുത്തെ 1 to 2 ഇയർ ആണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. അതിനനുസരിച്ച് നിങ്ങളുടെ ഫീസ് വേരി ചെയ്യാം. ഓഫ് കോഴ്സ് സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. നിങ്ങളുടെ മാർക്കിനെ ബേസ് ചെയ്തിട്ടും ചൂസ് ചെയ്ത കോഴ്സും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനും ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് അവൈലബിൾ ആയിട്ടുള്ളത്. സ്വിറ്റ്സർലാൻഡ് എപ്പോഴും ഹോട്ടൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹോട്ടൽ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. സോ ഫ്യൂച്ചറിൽ സ്വിറ്റ്സർലാൻഡ് ഓപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള, അത്യാവശ്യം ഫണ്ട് ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എഡ്യൂക്കേഷനും സ്വിറ്റ്സർലാൻഡ് പോലൊരു കൺട്രിയിൽ പോയി പഠിക്കാനും താല്പര്യമുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ, പ്ലീസ് കോൺടാക്ട് us ഫോർ മോർ ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. താങ്ക് യു.